കഴിഞ്ഞ 2025 UPSC എക്സാമിനേഷനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജിയോമോർഫോളജി എന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടി വന്നിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള വർഷങ്ങളിലും ജിയോമോർഫോളജിയിൽ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പൊതുവെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അത്ര ടഫ് അല്ല, വളരെ ലോജിക്കലി ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1. In the context of effect of water on rocks, chalk is known as very permeable rock, whereas clay is known as quiet and impermeable or least permeable rock. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്നത് ചോക്ക് വളരെ പെർമിയബിൾ ആയിട്ടുള്ള ഒരു റോക്ക് ആണ്, എന്നാൽ അതേസമയം ക്ലേ അത്ര പെർമിയബിൾ അല്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ എല്ലാവരും ചോക്ക് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ചോക്ക് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. അത് പെർമിയബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. വെള്ളം അതിന്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെള്ളത്തിന് അബ്സോർബ് ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് പെർമിയബിൾ ആണ്, അതുകൊണ്ടാണ് വാട്ടർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നത്. എന്നാൽ ചെളി, അതാണ് ക്ലേ എന്ന് പറയുന്നത് അല്ലെ. ക്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം, പാടത്ത് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലേ സോയിലാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നെൽപ്പാടങ്ങളിൽ ക്ലേ ഉപയോഗിക്കുന്നത്? കാരണം വെള്ളം കെട്ടി നിർത്തിയാണ് നമ്മൾ അവിടെ കൃഷി ചെയ്യുന്നത്. അങ്ങനെ വെള്ളം കെട്ടി നിർത്താൻ പറ്റുന്നതിന് കാരണം ക്ലേ ഇൻപെർമിയബിൾ ആയതുകൊണ്ട്. ഇൻപെർമിയബിൾ എന്നല്ല, പെർമിയബിലിറ്റി കുറവ് ആയതിനാലാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചോക്ക് ഈസ് പോറസ് ആൻഡ് ഹെൻസ് ക്യാൻ അബ്സോർബ് വാട്ടർ. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു കാര്യം വ്യക്തമാണ്. ചോക്ക് എന്ന് പറയുന്നത് പെർമിയബിൾ ആണ്. പെർമിയബിൾ ആണെങ്കിൽ അത് പോറസ് ആയിരിക്കും. പോറസ് ആയതുകൊണ്ട് തന്നെ അതിന് വാട്ടർ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓൾസോ റൈറ്റ്. ഓക്കെ, ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരാം. ക്ലേ ഈസ് നോട്ട് അറ്റ് ഓൾ പോറസ്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ പറയുന്നത് ക്ലേ ഈസ് നോട്ട് അറ്റ് ഓൾ പോറസ് എന്നാ, ഒരിക്കലും പോറസ് ആവുന്നില്ല എന്നാ പറയുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ക്ലേയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കും, അത് ശരിയാ. പക്ഷെ ക്ലേ ചെറിയ രീതിയിലെങ്കിലും വാട്ടർ അബ്സോർബ് ചെയ്യില്ലേ? ചെയ്യും. ഇപ്പൊ നോട്ട് അറ്റ് ഓൾ പോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ് എന്നാ. നമുക്കറിയാം 2ഉം 3ഉം രണ്ടും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. 3 ഇവിടെ തെറ്റാ. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഇനി ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ്. എഗെയിൻ അവർ പറയുന്നു സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം ശരിയാണെന്ന്. അല്ല, സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. സോ ഓപ്ഷൻ ബി ഈസ് ഓൾസോ റോങ്. ഇനി only one of the statements 2 and 3 are correct and that explains statement 1. അത് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് 2ലും 3ലും സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ് ശരി. അത് സ്റ്റേറ്റ്മെന്റ് 1നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. എന്നാലും ഓപ്ഷൻ ഡിയും കൂടെ ഒന്ന് വായിക്കാം. നെയ്തർ സ്റ്റേറ്റ്മെന്റ് 2 nor സ്റ്റേറ്റ്മെന്റ് 3 ഈസ് കറക്റ്റ്. അങ്ങനെയല്ല, സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡിയും തെറ്റാണ്. അപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോജിക്കലി സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.